കൂട്ടുകാരെ എല്ലാവരും എന്ത് പറയണോ? സുഖമായിരിക്കണില്ലേ? അതേ, നമുക്കിന്ന് കോളിഫ്ലവർ കൊണ്ട് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ടേ നമ്മൾ ഒരു 4 സ്പൂണ് മൈദയും ഒരു 3 സ്പൂൺ കോൺഫ്ലവറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ ഒരു ലേശം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ ഒരു ലേശം ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. അതിന് ശേഷം അതിൽ വെള്ളമൊഴിച്ച് നമ്മൾ ഈ കോളിഫ്ലവർ ഒന്ന് എടുക്കാനുള്ള പാകത്തിൽ അതിനേക്കാളും മുമ്പൊരു കാര്യമുണ്ട്. കോളിഫ്ലവർ നമ്മൾ മുമ്പ് തന്നെ അത് തിരിച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-20 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം അത് ക്ലീനാക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ പണി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ മാവൊക്കെ നല്ലോണം മിക്സാക്കിയിട്ട് നമ്മൾ ഈ കോളിഫ്ലവറിനെ അതിലെടുത്ത് ഓരോന്ന് മുക്കി നമ്മൾ വെളിച്ചെണ്ണയല്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ്. ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണേൽ വെളിച്ചെണ്ണയേക്കാളും ടേസ്റ്റും ഇതും സൺഫ്ലവറിനാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മളിത് ഓരോന്ന് മുക്കി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് മൊരിച്ചെടുക്കുക. തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സോസും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അത് അവസാനം ട്രിപ്പ് അത് കോരുമ്പോൾ നമ്മൾ കുറച്ചധികം വേപ്പലയും പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് കോരി നന്നായിട്ട് അങ്ങോട്ട് എടുക്കുക. മൊരുന്നിരിക്കും, തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, പിള്ളേർക്കൊക്കെ കൊടുക്കാൻ സൂപ്പറാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു കോളിഫ്ലവറിൻ്റെ വീഡിയോയും എന്നെയൊക്കെ ഇഷ്ടമായിങ്ങ ഞാൻ പറയണ പോലെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് നിർത്തണം കേട്ടോ. എന്നെ മറക്കരുത് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരും കേട്ടോ.